ആരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നടക്കില്ല. അയ്യോ, യവന്മാരെല്ലാം പൊക്കി ജീപ്പിക്കട്ടെ. എന്തിനാ സാർ? എന്തിനാണെന്നോ? ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടുന്നോ അവിടെയെല്ലാം നിങ്ങളുണ്ട്, എവിടെയെല്ലാം പൊട്ടുന്നില്ല അവിടെയും നിങ്ങളുണ്ട്. അയ്യോ സാർ, ഞങ്ങൾ നിരപരാധികളാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലെല്ലാം എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വെറുതെ വിട്ടാലും ഈ ചെട്ടിയാർ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഈ നാട്ടിൽ എവിടെയെല്ലാം ബോംബ് പൊട്ടിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് ഒരു പോലീസ് നായുടെ സഹായമില്ലാതെ ഈ ഞാൻ തെളിയിക്കും. യവന്മാരെ പൊക്കി ജീപ്പിക്കട്ടെ. വരി വരി, ഒന്നുകിൽ എനിക്ക് പ്രമോഷൻ, ഇല്ലെങ്കിൽ ഡിസ്മിസൽ. ഈ ഉണ്ടയില്ലാത്തോക്ക് വേണ്ട. കേറിക്കോ, വേഗം വേഗം. കേറാനൊരു മടി. ഞാനും കൂടി നീങ്ങിടോ. പൊട്ടാൻ വെച്ചിരുന്ന ബോംബ് നിർവീര്യമാക്കി പോലീസുകാരുടെ മൂക്കി പൊടിയിട്ട് കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാ പൊട്ട റാസ്കൽസ്. ചെട്ടിയാരെ വിട്ടിയാകരുത്, ഇടിച്ച് കൂമ്പളക്കും ഞാൻ. നേരെ ചൊവ്വേ ചോദിച്ചാൽ നീ ഒന്നും സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയടാ. ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ആസാമിലും ഈ അടുത്ത കാലത്ത് നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ നിങ്ങളല്ലായിരുന്നോ? അല്ല. റാവുത്തറുമായി എന്ത് ബന്ധം? മുഖർജിയുമായിട്ട് എന്ത് ബന്ധം? ഖന്നയുമായിട്ട് എന്ത് ബന്ധം? ഇവന്മാരൊക്കെ ആരാണ് സാർ? എന്റെ ഫാദേഴ്സ്. ദിനേശോ, വലിച്ചൂരടോ ദിനേശോ. കേറിക്കോളൂ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. നന്ദുവിന്റെ ഡാഡിയുടെ അടുത്ത സുഹൃത്താ ഞാൻ, അഡ്വക്കേറ്റ് വർഗീസ് തരകൻ. നന്ദു വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്തിനാ ഏടാകൂടത്തിലൊക്കെ പോയി ചാടുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. പാവം, അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. ജോസോട്ടെ സാർ, ഇവരെ വീട്ടിൽ കൊണ്ട് നാക്കിട്ടെ താൻ നേരെ കോടതിയിലേക്ക് വന്നേക്ക്. ശരി സാർ. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. കേറിക്കോളൂ. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. മണവാളന്റെ ഇങ്ങനൊരു മുഖം തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. ഒന്ന് ആലോചിച്ച് നോക്കും, ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ? എന്റെ ജന്മശത്രുവിനെ സൂര്യനാരായണനെ വധിക്കാൻ കോളേജിൽ ചെറിയൊരു ബോംബ് വെച്ചു. അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കാരണം അത് വിഫലമായി. യു ടു. അതിന് ഞാൻ എന്തെങ്കിലും പ്രതികാരം ചെയ്തോ? നോ. പക്ഷെ കൈ കിട്ടിയാൽ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് തരണമെന്നുണ്ടായിരുന്നു. പോട്ടെ. പക്ഷെ വീണ്ടും കുഴപ്പമുണ്ടാക്കിയ നിങ്ങൾ തന്നെയല്ലേ? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആശുപത്രിയിൽ ഒരു ബോംബ് വെച്ചെന്നറിയൂ. സത്യം പറയട്ടെ, അപ്പൊ നിങ്ങൾ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ചെകിട്ടത്തിട്ട് തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിരപരാധികളാണ് നിങ്ങളെന്നറിഞ്ഞ് പോലീസ് വെറുതെ വിട്ടപ്പോഴാ വാസ്തവത്തിൽ എനിക്ക് ബുദ്ധി തോന്നിയത്. ഇനിയുള്ള എന്റെ ശ്രമങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപയോഗിക്കാമെന്ന്. പക്ഷെ ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ചാർലിക്ക് ഞാൻ ജോലി കൊടുത്തില്ലേ? ബട്ട് സ്വർഗത്തിലാണോ നരകത്തിലാണോ? ജീസസ്. എനിവേ, സൂര്യനാരായണനെ കൊല്ലാനുള്ള എന്റെ ശ്രമം പിന്നെയും കോപിക്കരുത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എനിക്ക് വേണ്ടി, എന്റെ ദൗത്യം വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാൾ മരിക്കണം. അത് നിന്റെ മറ്റേ പറഞ്ഞാൽ മതിയടാ. ഞങ്ങളെ കൊന്നാലും ശരി, ഇനി നിന്റെ കളികൾക്കൊന്നും ഞങ്ങളെ കിട്ടില്ല പട്ടി. മണ്ടത്തരം പറയാതെ പവിത്ര. കൊന്നാ പിന്നെ എങ്ങനെയാ കൂട്ടു നിൽക്കുക? സാർ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ആഹാ, മരിക്കാൻ നടന്ന ഉണ്ണിക്കിപ്പോ ജീവിക്കണമെന്നോ? ഒരു കാര്യം ചെയ്യാം സൈമൺ, ഇവരെ പറഞ്ഞു വിട്ടേക്ക്. പൊക്കോട്ടെ, പാവങ്ങൾ.
ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ആരും നിങ്ങളെ തടസ്സപ്പെടുത്തില്ല. പിന്നെ ഞാൻ പറയുന്ന ഓർമ്മ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി മരിക്കണം. അത് മറക്കാതിരിക്കാനാ ചെറുതായിട്ട് നോവിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് അതിന് തയ്യാറാവേണ്ടതെന്ന്. തനിക്ക് തെറ്റി. എടോ, സ്വയം മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അഥവാ തയ്യാറായാൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടാകുമോ? നോ. ഇവിടെ ഇപ്പൊ സ്വയം മരിക്കാൻ ആഗ്രഹമുള്ള ഒരാളേ ഉള്ളൂ. പവിത്രനല്ല. എന്താണ് ശരിയല്ലേ? ഇല്ല, എനിക്ക് മരിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ? അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് എന്താ പറഞ്ഞത്? രോഗം ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലെന്ന്. 3 ലക്ഷം രൂപ വേണം ഉണ്ണിയുടെ അമ്മയുടെ ഓപ്പറേഷന്. അതിന് കഴിയാഞ്ഞിട്ടല്ലേ ആത്മഹത്യക്ക് ഒരുങ്ങിയത്? ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിക്കും. തന്റെ അമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എന്റെ അമ്മ എന്ത് ചെയ്തു? എന്താ ഉണ്ണിയത്? എടോ, തന്റെ അമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ നോക്ക്. അമ്മ, ഇനി പറ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ണിക്കൊന്നും മരിച്ചൂടെ? There you are. ഇനി പൊക്കോ. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. എനിക്കറിയാം, പോലീസിനോടോ മറ്റോ പറഞ്ഞ് നിങ്ങൾ ഇനിയൊരു കുഴപ്പമുണ്ടാക്കില്ലെന്ന്. ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ അപകടത്തിലാവുന്നത് നിങ്ങൾക്കും വിഷമമാണെന്നറിയാം. നൗ യു കൻ ഗോ. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ. വരുന്നുണ്ട്. നമുക്കെല്ലാം അവളോട് പറയാം. അവള് വിചാരിച്ച ഒരുപക്ഷെ നമ്മളെ രക്ഷിക്കാം. പറയാം, നമുക്ക് അവളോടൊപ്പം സിംഗപ്പൂരിലോ മറ്റോ പോവാം. പിന്നെ നമ്മളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ട ഹൈദരെ, വേണ്ട. 4മതൊരാൾ അറിയരുതെന്നല്ല അയാൾ പറഞ്ഞ്. എനിക്ക് എന്റെ അമ്മയെ വേണോടാ. എന്താ ഇത്? വല്ല കള്ളന്മാരും വന്ന് കയറിയ പോലും ആരും അറിയില്ലല്ലോ. ഞാൻ എല്ലാ മുറിയിലും തിരക്കി. കുട്ടിക്കുരങ്ങന്മാരിന്ന് നല്ല മൂഡിലെല്ലാം തോന്നുന്നു. എന്താ പറ്റി? എന്താ ഉണ്ണി? എന്താ എന്നോട് പറയില്ലേ? എല്ലാം ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ 4മതൊരാൾ അറിയരുതെന്ന്. പിന്നെന്താ, മറന്നുപോയോ? സാരമില്ല, അവൾക്കിതെല്ലാം അറിയാം. എന്റെ ആളവളും. എന്താ, വിശ്വാസം വരുന്നില്ലല്ലേ? വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോ. നിങ്ങളുടെ ശരീരത്തിലുള്ളതുപോലെ ഒരു അടയാളം അവളുടെ വലത് തോളിന് താഴെ കാണും. Just try and see. Okay? നീ ഞങ്ങളെ ചതിക്കരുതല്ലേ? പറയണേ, ഞങ്ങളെ ചാർലിയോടെ നീയൊക്കെ ചേർന്ന പാവത്തിനെ എന്ത് കാണിക്കുന്നത്? ഇവളോ അവന്റെ ആളാ. ഇത്രയും നാൾ ഇവള് നമ്മളെ ഒറ്റ കൊടുക്കുകയായിരുന്നല്ലോ. തന്നെ അതെ, ഞാൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു. ചാർലിയെ കൊന്നത് ഞാനാണ്. എന്റെ രക്ഷയ്ക്കായി, എന്റെ കണക്ക് തീർക്കാനായി. നടക്ക്.
ഓർഡർ ഓർഡർ. യുവർ ഓണർ, ഒരു പങ്കാളി എന്നതിലുപരി സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി വിശ്വസിച്ചിരുന്ന എന്റെ കക്ഷിയോട് കഴിഞ്ഞ 15 വർഷങ്ങളായി അതിക്രൂരമായി വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ ലഹരി മരുന്നുകളുടെ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചതിലൂടെ എന്റെ കക്ഷിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയിരിക്കുകയാണ് എതിർ കക്ഷിയായ മിസ്റ്റർ മണവാളൻ. The court being convinced that this is a clear case of criminal breach of trust. So, മണവാള ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടാൻ എന്റെ കക്ഷി അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥ രേഖകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് പകർപ്പ് രേഖകൾ മാത്രമേ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളൂ. I seek a date time to produce the originals before this honorable court. That's all, Your Honor. No, Your Honor. He is lying. ഇവൻ പറയുന്ന കള്ളമാണ്. എന്റെ ഡാഡിക്കെതിരെ ഒരു തെളിവ് ഇവന്റെ കയ്യിലില്ല. He is not a lawyer, but he is a liar. Born liar. Take him away. എന്താ മക്കളെ ഇത്? പിന്നെ ഡാഡിക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് മക്കൾ വഴക്കുണ്ടാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക. ചെല്ലേ ഡാഡി ഡാഡി ഇതിലെന്തോട്ടെ തൊട്ടിരിക്കുന്നു. ഇപ്പോഴോ തോറ്റേ? എന്താ കാര്യം? ആ ഡാഡി, ഈ അനിയും കുഞ്ഞു പറയാ ആ. ഡാഡിയോടൊപ്പം ഇന്ന് രാത്രി അവനാ കിടക്കുന്നേന്ന്. പിന്നെ രാത്രി കുഞ്ഞിച്ച് ഉറങ്ങിക്കഴിയുമ്പം മക്കൾ ഡാഡിയോടെ ഒന്ന് കിടന്നോ. എന്താ? അതേവ് കുട്ടികൾക്ക് ചോറ് കൊടുത്ത് തുറക്കാൻ നോക്ക്. കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണം, ഒരു ജോലിയുണ്ട്. വാ മോനെ. മക്കളെ ചെല്ലേ, മക്കളെ ചെല്ലേ. ഉപദ്രവിക്കാനല്ല വന്നത്, അഭ്യർത്ഥിക്കാനാ. എന്റെ ഡാഡിക്കെതിരെ ഒരു തെളിവ് നാളെ കോടതിയിൽ സമർപ്പിക്കരുത്. പ്ലീസ് സാർ, ഐ ബെഗ് യു. എന്ത് വേണമെങ്കിലും തരാം, എന്തും. എടോ കുട്ടിമണവാള, അഭ്യർത്ഥനയാണെങ്കിലും ഒരു ഭീഷണിയുടെ ചൊവ്വ അതിലുണ്ടല്ലോടോ. തന്റെ മുമ്പിൽ വരുന്ന കക്ഷികളെ ജയിപ്പിക്കാനല്ലാതെ തോൽപ്പിക്കാൻ ഏതെങ്കിലും വക്കീൽ കൂട്ടി നിൽക്കുവോ? അതുകൊണ്ട് ഐ ആം സോറി മിസ്റ്റർ ജൂനിയർ മണവാളൻ. സോ യു മേ ഗോ. നോ പ്ലീസ്. നോ നോ, മണവാളൻ തോക്കില്ല. തോറ്റാൽ യു വിൽ ഹാവ് ടു സഫർ ഫോർ എവർ. അനുഭവിക്കും. ബൈ. ഹലോ, വർമ്മയില്ല അവിടെ? കൊടുക്കാം സാർ. സൂര്യനാരായണ സാറാ. ഹലോ. അതെ. താൻ കലക്കി കളഞ്ഞില്ലടോ. കൺഗ്രാറ്റ്സ്. അതൊന്നും നമ്മുടെ കഴിവല്ല ഡോക്ടറെ. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ. ക്ലിയർ കട്ട് എവിഡൻസ് ഉള്ളപ്പോ പിന്നെ ജയിക്കാതെ എവിടെ പോകാനാ? അല്ല, അപ്പൊ നമുക്കിത് ശരിക്കൊന്ന് ആഘോഷിക്കണ്ടേടോ? അയ്യോ, അതൊന്നും വേണ്ട. നിന്ന് ഇരിയാൻ സമയമില്ല. തന്നെത്താൻ അങ്ങോട്ട് ആഘോഷിച്ചാ മതി. ഓക്കെ, ശരി. എല്ലാം വിധിയെന്നോർത്ത് കരഞ്ഞു കഴിയാൻ എനിക്ക് മനസ്സ് വന്നില്ല മക്കളെ. നിയമപുസ്തകത്തിന്റെ മുക്കും മൂലയെ അരിച്ചു പെറുക്കി അവനെ കൊടുക്കാൻ
എനിക്കറിയാഞ്ഞിട്ടല്ല. അതിലൂടെ അവന് കിട്ടാവുന്ന ശിക്ഷ ഒരിക്കലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് വിലയാവില്ല. അവന്റെ കണക്ക് തീർക്കാൻ ഇന്നെന്റെ കരുത്ത് എന്റെ മകളാണ്. ഇന്ന് മണവാളന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി മാറിയ നന്ദിത പഴയ മഹേന്ദ്രവർമ്മയുടെ മകളാണെന്ന് അയാൾക്കറിയില്ല. ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ. അതിന് ഞങ്ങളെ കൂടി എന്തിനാ വലിച്ചഴിച്ചത്? പാവം ചാർലി, ഒന്നും അറിയാത്ത പാവത്തിനെ ചതിച്ചു കൊന്നില്ലേ നിങ്ങളെല്ലാവരും കൂടി? എന്തിനായിരുന്നു അതിന് കൂട്ടുന്നത്? പറ. നിങ്ങളുടെ കണക്കുകൾ തീർത്ത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാർലിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല ഹൈദരെ, ചാർലി മരിച്ചിട്ടില്ല. ചാർലി, ചാർലി. അതേടാ, മരണത്തിന്റെ വക്കോളമെത്തി എന്നെ നമ്മുടെ നന്ദുവാണ് രക്ഷിച്ചത്. ചാർലി മരിച്ചത് ശരിയാണ്, പക്ഷെ അത് മണവാളന്റെ കണ്ണിൽ മാത്രം. ചാർലിയെ രക്ഷിക്കാനായപ്പോ എന്റെ അമ്മയും അനിയനെയും കൊന്ന ഫ്രെഡിയോട് പകരം വീട്ടാൻ ഒരവസരം കൂടി എനിക്ക് കിട്ടുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴും മണവാളനുമായി തെറ്റിപ്പിരിഞ്ഞ ഫ്രെഡിയെ ഞാൻ എന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നു. അവനുമായി തന്ത്രപൂർവ്വം ഞാൻ അടുത്തു. ഹായ്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ നന്ദു. താങ്ക് യു. സീ ഫ്രെഡി, യു ആർ ലേറ്റ് ബൈ 20 minutes. ഓഹോ, അത്ര കണിശക്കാരിയാ? പിന്നല്ലാണ്ട്. സമയം ഒരിക്കലും നമുക്കായി കാത്തിരിക്കില്ല. സമയം വരാൻ നമ്മൾ കാത്തിരിക്കണം. അതല്ലേ വേണ്ടത്? ഈ സമയത്തിന് അത്രയ്ക്ക് വിലയുണ്ടോ? ഉണ്ട്. ഏറ്റവും വിലപ്പെട്ട സമയം ഇനിയാണ്. നോക്ക് ഫ്രെഡി, എന്നും ഇങ്ങനെ രണ്ടു വഴിയിൽ സഞ്ചരിച്ചാൽ മതിയോ നമുക്ക്? ഇനിയുള്ള വഴികൾ നമുക്ക് വേണ്ടി മാത്രമാണ്. എന്റെ വഴിയിലേക്ക് ഫ്രെഡിക്ക് കടന്നു വരാൻ സമയമായി. നന്ദു, യു മീൻ? യെസ്, ഐ റിയലി മീൻ ഇറ്റ്. ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞു. ഫ്രെഡിയെ കാണാൻ സിംഗപ്പൂരിൽ നിന്നും ഡാഡി നാളെ എത്തും. എന്നെ കാണാനോ? എന്റെ സെലക്ഷൻ ശരിയാണോന്ന് അറിയണ്ടേ? ജസ്റ്റ് 1 day വിസിറ്റ്. കൺട്രി ക്ലബിലെ 3-ാം നമ്പർ മുറിയിലാ ഡാഡിയുടെ താമസം. നാളെ രാത്രി കൃത്യം 8 മണിക്ക് ഫ്രെഡി അവിടെ ചെല്ലണം. ഞാൻ ഒറ്റയ്ക്കോ? എന്താ പേടിയാണോ? ഏയ്, എന്ത് പേടി. എന്നാ ധൈര്യമായിട്ട് ചെല്ലേ. ആ പിന്നെ ഈ വേഷമൊക്കെ ഒന്ന് മാറണം. നമുക്കൊരു സൂട്ടും കോട്ടും ആക്കിയാലോ? അതിപ്പോ വേണ്ട, അതും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ ഇത്? എ വെരി കോസ്റ്റ്ലി ട്രൈപ്പീസ് സ്യൂട്ട്. ഇതും ധരിച്ചു വേണം ഫ്രെഡി നാളെ ചെല്ലാൻ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കൃത്യം 8 മണി. സമയം നമുക്കായി കാത്തു നിൽക്കില്ല. സമയത്തിനായി നമ്മൾ കാത്തു നിൽക്കണം. എക്സാക്ട്ലി. ഫ്രെഡിയുടെ കഥ കഴിയുന്നതോടൊപ്പം സൂര്യനാരായണൻ രക്ഷപ്പെടണമെന്നും ഞാൻ കണക്കൂട്ടി. അവസാന നിമിഷം അദ്ദേഹത്തിന് ലഭിച്ച ആ അജ്ഞാത സന്ദേശം ഇന്നും മണവാളന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. സൂര്യനാരായണനെ വകവരുത്താൻ നിങ്ങളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എന്റെ സഹായം മണവാളൻ ആവശ്യപ്പെട്ടത്. അന്നെനിക്ക് അതനുസരിക്കുക നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നുണക്കഥകൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ കുരുക്കിലാക്കി. പക്ഷേ അപ്പോഴും നിങ്ങൾക്കൊരു അപകടവും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. അവിടെയും എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. നിങ്ങളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വരെ ഒരവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും തന്ത്രപരമായ കരുക്കൾ അവൻ നീക്കിയിരുന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്? ലക്ഷ്യമിട്ട് നടപ്പിലാക്കാതെ നന്ദു പിന്മാറരുത്. ഇതിപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യം. അതെ, ഇത്രയും നാൾ അവൻ ഞങ്ങളെ കുറെ കുരങ്ങളിപ്പിച്ചല്ലേ. ഇനി എന്തിന് നന്ദുവിനോടൊപ്പം ഞങ്ങളുണ്ട്. ഇല്ല ഹൈദരെ, അങ്ങനെ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താൽ ഉണ്ണിയുടെ അമ്മയുടെ ജീവൻ. വേണ്ട, ആരെങ്കിലും ഒരാൾ ചെല്ലണമെന്നല്ല അവൻ ആവശ്യപ്പെട്ടത്. ഞാൻ പോവാ. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. നീ ഒന്നും മിണ്ടാതിരിക്കുക. നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലിവിടെ. നീ പോണം. അവൻ ആവശ്യപ്പെട്ടതുപോലെ മരിക്കാൻ തയ്യാറായി തന്നെ നീ പോണം. ചാർലി, നീ എന്തായി പറയുന്നത്? അതെ, മണവാളന്റെ കണ്ണിൽ ചാർലി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മരിച്ചുപോയ ചാർലിക്ക് മാത്രമേ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിന് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായും.